കായിക മേഖലയിലെ പരമോന്നത ബഹുമതിയായ ഖേൽരത്ന അർജുന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 4 പേർക്ക് ഖേൽരത്ന, ഡി ഗുഗേഷ്, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ എന്നിവർക്ക് ഖേൽരത്ന, 32 പേർ അർജുന അവാർഡിന് അർഹരായി. നീന്തൽ താരവും മലയാളിയുമായ സജൻ പ്രകാശൻ അർജുന അവാർഡിന് അർഹനായി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഗൗതം ആമരകുഞ്ചമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, അഭിമാന നേട്ടം കൈവരിച്ച എല്ലാവർക്കും രാജ്യം ആദരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിലാണ് പുരസ്കാരങ്ങൾ നൽകിയിരിക്കുന്നത്? സ്വാതി, ലഭിക്കുന്ന വിവരം അനുസരിച്ച് 4 പേർക്കാണ് ഇപ്പോൾ ഖേൽരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കറിന് മെഡൽ ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖേൽരത്ന ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു ഭാക്കറിനെ ഈ പട്ടികയിൽ നിന്നും ഉൾപ്പെടുത്താത്തതിനെതിരെ ആദ്യഘട്ടത്തിൽ ചില വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഖേൽരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മനു ഭാക്കർ ഉൾപ്പെടെ 4 പേർക്ക് ഖേൽരത്ന ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, ഒപ്പം തന്നെ ഡി ഗുഗേഷ്, ഇവരെല്ലാവരും തന്നെ കഴിഞ്ഞ വർഷത്തിൽ ഇന്ത്യക്ക് വേണ്ടി വിവിധ കായിക മേഖലകളിൽ വർണ്ണാഭമായ നേട്ടം കൈവരിച്ചവരാണ്. പ്രത്യേകിച്ച് ഒളിമ്പിക്സിൽ ഉൾപ്പെടെ പാരാലിമ്പിക്സിൽ മെഡൽ നേടിയിരിക്കുന്ന പ്രവീൺ കുമാറിനും ഈ ഖേൽരത്ന പുരസ്കാരം നൽകിയിട്ടുണ്ട്. 32 പേർക്കാണ് അർജുന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് നീന്തൽ താരമായ സജൻ പ്രകാശ് അർജുന അവാർഡിന് അർഹനായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രകടനത്തെ വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ അവാർഡ് നൽകിയിരിക്കുന്നത്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചും അർജുന അവാർഡ് പ്രഖ്യാപനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം സ്വന്തമാക്കിയത് എസ് മുരളീധരന് ബാഡ്മിന്റന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആയിട്ടുള്ള ദ്രോണാചാര്യ പുരസ്കാരം നൽകിയിരിക്കുന്നു എന്നതും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ദ്രോണാചാര്യ പുരസ്കാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ബാഡ്മിന്റണിൽ നൽകിയിരിക്കുന്ന സംഭാവനകളെ പരിഗണിച്ചാണ് എസ് മുരളീധരനെ ഈ അവാർഡിന് അർഹനാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, പാരാലിമ്പിക്സ് മേഖലയിൽ നിന്നും അതോടൊപ്പം തന്നെ കായിക മേഖലയിലെ പ്രത്യേകിച്ച് ഷൂട്ടിംഗ്, അതോടൊപ്പം തന്നെ ഹോക്കി തുടങ്ങിയ മേഖലകളിൽ നിന്നും നിരവധി പേർ അർജുന അവാർഡിന് അർഹനായിട്ടുണ്ട്. പാരാലിമ്പിക്സിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി പല കായിക താരങ്ങൾക്കും ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ജനുവരി 17 നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി ഗൗതം.